ഗതിയൊന്നും വരൂല, സൂക്ഷിച്ചു പോണേ മോളെ. ഓ എനിക്ക് എന്തോ ഒരു എനിക്ക് നോമ്പ് ഇപ്പൊ എത്ര ദിവസം നോമ്പ് പറ്റിയില്ല. എനിക്ക് എന്തോ ഒരു അങ്ങനെ പറയാൻ പാടൊന്നുമില്ല, കറങ്ങും പോലെ. എന്നാലും ഞാൻ പോയച്ചു വരട്ടെ, എന്തെങ്കിലും സാധനം ആരെങ്കിലും എടുക്കുമായിരിക്കൂ. സൂക്ഷിച്ചു പോണേ. നടക്കാനൊന്നും ആവുന്നില്ലമ്മ. അമ്മ പോയിട്ട് വരട്ടമ്മ. ഒരു വീടുണ്ടല്ലോ അവിടെ. അവരൊക്കെ എടുക്കുമോ നോക്കി, ആർക്കറിയാം. അവിടെ ആണുങ്ങളൊന്നും ഉണ്ടെങ്കിലേ ആരെങ്കിലും ഒന്ന് എന്തേ സാധനം എടുക്കുള്ളൂ. ഇപ്പൊ ഇന്ന് എന്തേ സാധനം വിറ്റിട്ട് മാത്രമേ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും നോമ്പ് വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് അത് ആകെ വിഷമമാണ്. കുറച്ചോട് പോയി നോക്കട്ടെ. ഇപ്പൊ എത്ര വീട്ടിൽ കഴിയാറാ. പിന്നെ എന്തേ സാധനമൊക്കെ എല്ലാരും എടുക്കുക, ആർക്കറിയാം. കുഴങ്ങി പോവുക. വെള്ളം ഒന്നും കുടിക്കാൻ പറ്റൂലല്ലോ. രാമേട്ടാ, ചേച്ചിയോടല്ലേ സാധനമൊക്കെ കൊണ്ടുവന്നാ? എന്താ രാമേട്ടാ ചെയ്യാ? എന്താ അറിയോ, ഇന്ന് തന്നെ പിന്നെ വീട്ടിലൊന്നുമില്ല. നോമ്പ് തുറക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? എന്റെ എന്നിട്ട് ഇപ്പൊ സാധനമൊക്കെ വിറ്റിട്ട് വേണം എന്തേ ഉണ്ടാക്കി അമ്മയ്ക്കും എനിക്ക് നോമ്പ് തുറക്കാന്. അതന്നെ കടയിൽ പോയി ഞാനൊക്കെ ചെയ്യണ്ടേ, അതാണ് വിഷമം. അന്ന് അമ്മേട്ടൻ നോക്കി, ചേച്ചി അവിടെ പോയി. കയ്യിലൊക്കെ ഉണ്ട്, കഴിവുണ്ട്. നമ്മൾ ഈ സ്റ്റീലിന്റെ പിന്നെ അലൂമിനിയത്തിന്റെ ഒക്കെ കയ്യിലോണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കോരിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കെമിക്കലൊക്കെ ഇല്ലേ. ഇതാണ് പിന്നെ ഞങ്ങൾ കുത്തുന്നതാ. നല്ല ചിരട്ടത്തവിയല്ലേ നമ്മള്. ചിരട്ട നല്ല മരുന്നും കൂടിയല്ലേ, അതുകൊണ്ട് നല്ല ഉറപ്പൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ വീട്ടിലാവൊന്നും ഇല്ലല്ലോ. രാമേട്ടൻ പിന്നെ ഒക്കെ അറിയാലോ അതിനെ പറ്റിയൊക്കെ. അത് ഞങ്ങൾ അതാണ് സ്റ്റീലിന്റെ അലൂമിനിയത്തിന്റെ ഒക്കെയാ. ഇതാണ് ഏറ്റവും സൂപ്പർ. അതെ അതെ അതെ. ഒന്നിന് അതിന് 50 രൂപ. നിങ്ങൾക്ക് അതുകൊണ്ട് 5 രൂപ കുറച്ച് തരാം. എന്താ അറിയോ, ഇതൊക്കെ ഒരു 100 റുപ്യ കൊടുക്കണം. ഞങ്ങള് പിന്നെ എന്നോട് അങ്ങനെയൊന്നും ആരും മേടിക്കൂലെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ വിൽക്കുന്നതാണ് രാമേട്ടാ. നമ്മളിപ്പോ ഇത്രയും വില എന്നാലും അവിടെയൊക്കെ കൊണ്ടു കൊടുത്താൽ ഒരു പറയൂ ഇത്രയും വിലയാണോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞതും കാര്യമല്ല. ഞാൻ എടുത്തോളാം. 100 റുപ്യ വേണ്ട രാമേട്ടാ, ഞാൻ പറഞ്ഞ വില തന്നാ മതി. പെരുന്നാളൊക്കെ അല്ലേ. ഈ ഒരു സാധനം മതി. ആണോ? പിന്നെ പാത്രം തേക്കുന്ന സാധനം, സ്ക്രബ്ബർ. ഇന്ന് പിന്നെ ഇങ്ങനെ പൊക്കി നടക്കാൻ ആവാഞ്ഞിട്ട് കുറച്ച് സാധനമേ കൊണ്ടുപോകുന്നുള്ളൂ. ഞാൻ അവിടെയൊക്കെ കയറി നോക്കണം, കുറച്ച് സാധനം കൂടി ഉണ്ട്. ഇതില് ചേഞ്ച് ഇല്ലല്ലോ രാമേട്ടാ. ഞാൻ ചേഞ്ച് ആക്കിയിട്ട് വൈകുന്നേരം സാധനമൊക്കെ മേടിച്ചിട്ട്. അല്ല അങ്ങനെയല്ല, അങ്ങനെയൊന്നും എനിക്ക് നമുക്ക് വേണ്ട രാമേട്ടാ. വൈകുന്നേരം തരാം കേട്ടോ. അതിന് ബാക്കിട്ടുണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ട്. ഇത് വേണ്ടേ? ഇതും കൂടെ വെച്ചോടി രാമേട്ടാ. മതിയോ? ഇനി അവിടെയൊക്കെ കയറിയാൽ ആരും എടുക്കുകയല്ലേ? ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാരും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ആവുമ്പോ എല്ലാരും അതിനെ സഹകരിക്കും. ദയ തോന്നുങ്ങൾ പോലെയൊക്കെയുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങനെ എടുക്കും. അല്ല ചിലര് പറയോ ഞങ്ങൾക്ക് കടയിൽ പോയി വാങ്ങിയാ പോരെ. മുസ്ലിമിന്റെ ആൾക്കാരൊക്കെ കൂടിയായിട്ട് സക്കാത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സാധനമൊക്കെ തരൂലേ? അതും ഞങ്ങൾ എങ്ങോട്ട് കൂടുതൽ വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടൂല രാമേട്ട. അതാണ് അങ്ങനെയൊന്നും ആരും സഹായിക്കുന്നുള്ളൂ. അല്ല എല്ലാം കാക്കണേ പട്ടോനെ. ഈ കേറുന്ന വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു. ഓലൊക്കെ വെയിലാണ്.
പോയാലേ നമുക്ക്. വെയിലത്ത് നടക്കണ എന്തിനാണ്? ആ ടീച്ചറമ്മ ഒന്നുമില്ലേ, ടീച്ചറമ്മയോടൊന്നും പറയാനൊന്നും പറ്റൂല. എന്താ പറയുന്നു, ഞങ്ങൾക്ക് ഇന്ന് നോമ്പ് തുറക്കണമെങ്കിൽ എൻ്റെ സാധനമൊക്കെ ഇത് വിറ്റിട്ട് പൈസ കിട്ടിയ സാധനം എൻ്റെ കടയിൽ പോയി വാങ്ങി കൊണ്ടുപോകുന്നത് അതന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. ടീച്ചറമ്മയ്ക്ക് എന്തെങ്കിലും കവിയുണ്ട്, നല്ല കവിയാട്ടോ, നല്ല ഉറപ്പുള്ള ചോരൊന്നുമില്ല. ആണോ? ആ ഞങ്ങൾ ഉണ്ടാക്കുന്ന. പിന്നെ ഫേസ് വാഷ് ഒക്കെ ഉണ്ട്. ഉണ്ടോ? അതെ, ഫേസ് ഒക്കെ ഉണ്ടോ? മേടിച്ചു പോയതല്ലേ. ഇനി വരുമ്പോ മേടിക്കാട്ടോ, അവർക്ക് ചിലപ്പോ ആവശ്യം വരും. അവര് മേടിച്ചു വന്നപ്പോഴാണ്. നല്ലായിരുന്നു. ഇതിനെന്താ വില? അതിന് ഞാൻ 50 രൂപയായിട്ടാണ് ടീച്ചറമ്മ കൊടുക്കുന്നത്. കൂടുതലാണോ? അപ്പുറത്തെ രാമേട്ട പിന്നെ കയ്യില് ഞാൻ കൊടുത്തിട്ട് ടീച്ചറമ്മ പറഞ്ഞു 50 ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ 50 കിട്ടും. എന്നിട്ട് അയാൾ 100 രൂപ എടുത്തു തന്നു. ഞാൻ പറഞ്ഞു 100 ഒന്നും വേണ്ട രാമേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ 100 രൂപ എടുത്തു തന്നു. ടീച്ചറമ്മയ്ക്ക് 50 തോന്നിയില്ലേ? ടീച്ചറമ്മയ്ക്ക് ഇത് 50 തോന്നിയിട്ടില്ലേ? ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലോ. ആ കഷ്ടപ്പാടുണ്ട്. അത് ചിരട്ടൊക്കെ കുതിർത്തി അത് ചിരണ്ടി ഓരോ കഷ്ടപ്പാടുണ്ട് ടീച്ചറമ്മ. പിന്നെ ഈ നല്ല കവുങ്ങിന്റെ അതൊക്കെ നല്ലത് തന്നെ കിട്ടണം. നല്ല വേഗം പൊട്ടിയൊക്കെ പോകൂലേ കവുങ്ങിന്റെ, അത് നല്ലത് വേണം, ഉറപ്പുള്ളത്. ഇപ്പൊ നമുക്ക് ചക്കൊക്കെ ഇളക്കാനോ കപ്പ ഇളക്കാനൊക്കെ ഇതിന്റെ ഇതൊക്കെ എടുത്ത് ഇളക്കാനോ വെള്ളം മുടാനൊക്കെ നല്ലതാ. 50 രൂപ വേണം അല്ലേ? ഞാൻ കാപ്പി പിടിച്ചോ ചോദിക്കാൻ തുടങ്ങി. നോമ്പല്ലേ? പച്ചോന് എങ്ങനെയാ കുറച്ചൊരു ദിവസമൊക്കെ അങ്ങോട്ട് പോട്ടെ ടീച്ചറമ്മേ. കാക്കണേ. അവരുടെ കോളേജില് മുസ്ലിം കുട്ടികൾ നോമ്പെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മൂത്രം പോകാനിട്ട് വെള്ളം കുടിക്കാനിട്ട് മൂത്രം കടച്ചിലും ബ്ലഡൊക്കെ പോവാണ്. ചിലർക്ക് വെള്ളം കുടിക്കാഞ്ഞാലൊക്കെ അങ്ങനെ പഴയ നിയമങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ നിങ്ങളുടെ അത് കുറയ്ക്കാനൊന്നും പറ്റൂല ടീച്ചറമ്മേ. അത് നമുക്ക് ഇപ്പോഴത്തെ വെയിലൊന്നും രാവിലെ തൊട്ട് കഠിനമായ വെയിലാണ്. കഠിനമായിട്ട് വെയിലാണ്. എല്ലാം മാറുന്നില്ല. അപ്പൊ അതുപോലെ നമ്മുടെ നോമ്പിലൊക്കെ കുറച്ചൊരു അയവ് വെക്കണം. അറ്റ്ലീസ്റ്റ് വെള്ളം കുടിക്കാനെങ്കിലും അനുവദിക്കാന്നൊക്കെ ഉള്ളത്. നമ്മളിന്ന് രാവിലെ കൂടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. നോമ്പ് ഇത്രയും കഠിനമായ നോമ്പ് സ്ത്രീകളെയാണ് കൂടുതൽ. അതെ, ഞങ്ങള് നോമ്പ് വെച്ചാല് ഭയങ്കര കഠിനം തന്നെയാണ്. അതാണ് ടീച്ചറെ. എനിക്ക് എന്നെ കൊണ്ടാവുന്നില്ലല്ലോ. എനിക്ക് എന്തൊക്കെയോ തല കറങ്ങും പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചൊന്നും വിറ്റിട്ടും ഇല്ലല്ലോ. കുറച്ചെന്തോ പൈസയെ കിട്ടിയുള്ളൂ. എന്നെ കൊണ്ടാവോ നടക്കാൻ? എനിക്കാവൂലെന്ന് തോന്നുന്നു. വണ്ടി വന്ന് നോക്കണേ യേശു. ഇതെന്താ ഇവിടെ കിടക്കുന്ന യേശു? എന്താ പറ്റിയേ? എന്താണ്? നോക്കട്ടെ, ഒന്ന് കാണട്ടെ. ഒന്ന് എണീക്കാൻ പറ്റുമോ നോക്ക്. ഒന്ന് എണീക്കാൻ പറ്റുമോ നോക്ക്. എന്താ പറ്റിയേ? ബാ. നോമ്പ് നോറ്റിട്ടാ നിങ്ങളായിരുന്നു? നോമ്പ് നോറ്റിട്ടാണോ ഇത് പണിക്ക് നടക്കുന്നത് ഈ വെയിലത്ത്, കരി വെയിലത്ത്? ബാ വീട്ടിലേക്ക് ഒന്ന് കയറാം. വാ, വെള്ളം എന്തേലും കുടിക്കാം. ബാ. കരി വെയിൽ, ഈ വെയിലൊന്നും കൊള്ളാനേ പാടില്ല. പിന്നെ നോമ്പ് തുറക്കണമെങ്കിൽ കുറച്ച് സാധനമൊക്കെ ഇല്ലുണ്ട്. അപ്പൊ ആരും എടുത്തിട്ടുമില്ല. സാധനം വിറ്റിട്ട് പൈസ കിട്ടിയിട്ട് വേണം എന്തേ ഞങ്ങക്ക് വാങ്ങി നോമ്പ് തുറക്കാന്. ഈ കരി വെയിൽ കൊണ്ടാലേ സൂര്യാഘാതം ഏൽക്കൂലേ? അതല്ലേ പറ്റിയത്.
വാ നോക്കാം നമുക്ക് വീട്ടിലേക്ക് വാ. വാ നിങ്ങൾ വരി, ഞാൻ കൊണ്ടാക്കി തരാം അങ്ങോട്ട്. ഉമ്മച്ചില്ലേടെ വരി, മെല്ലെ എണീറ്റ് നോക്കി വാ. ഈ നോമ്പ് കാലത്ത് ഇനി ഇങ്ങനെ നടക്കണ്ട. വാ വാവേനും കൊണ്ടാവുക മോളെ എന്നെ പിടിക്കാൻ, എനിക്ക് തല കറങ്ങുന്നു. വരി, അത് നോക്കണ്ട. വാ ഇനിയിപ്പോ നോമ്പ് കാലത്ത് ഇതിനൊന്നും പോണ്ട. വാ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ഒന്നുമില്ല മോളെ, പിന്നെ പെരയിലൊന്നുമില്ല, അത് നോക്കണ്ട. അരി പോലും ഇല്ല. വാ വരി, എന്താന്ന് വെച്ചാൽ ഞാൻ സാധനമൊക്കെ കൊണ്ട് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള നമ്മളെ വീടിൻ്റെ അടുത്ത ആൾക്കാരുണ്ടായിട്ട് ഇങ്ങനത്തെ അവസ്ഥയൊന്നും ആർക്കും വരരുത് കേട്ടോ. നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. പോരി. മോളെ അതെന്തിനാ വിഷമിക്കുന്നത്? അതൊന്നും കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ, ഇതിനൊക്കെ അല്ലേ സഹായിക്കുന്ന ആള് വേണ്ടത്. അമ്മച്ചിനെ ഇനിയിപ്പോ പേടിപ്പിക്കണ്ട. അമ്മച്ചി ഇപ്പൊ എന്താന്ന് ഓർത്തിരിക്കും. നമ്മളെല്ലാരും കൂടെ വരുമ്പോ ചെറുതാരും തല ഇറങ്ങിയതാ. നോമ്പൊക്കെ എടുത്ത് ഈ വെയിൽ കൊണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. മോളതിലൂടെ പോവുകയായിരുന്നു. മോള് ആ വഴി കൂടെ അങ്ങ് പോവുകയായിരുന്നു. മോളുണ്ടാകാൻ കൊണ്ടല്ലേ കുട്ടിക്കൊന്നും പറ്റാണ്ടെന്ന്. ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട. നോമ്പ് കാലത്ത് ഈ വെയിൽ കൊണ്ടിട്ടാന്ന് തോന്നുന്നു തല ഇറങ്ങി വീണത്. ഇനിയിപ്പോ പണിക്കൊന്നും വിടണ്ട. ഇത് ഈ പണി നോമ്പ് കാലം കഴിയട്ടെ കേട്ടോ. എന്നായിക്കോട്ടെ, ഞങ്ങൾ പോകാൻ നിൽക്കണ്ട. ഈ ഒരു മാസത്തേക്കുള്ളത് ഞാൻ വൈകുന്നേരം കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. നോമ്പ് കാലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ സാധനത്തിൻ്റെയും കരുണയുടെയും കാലമാണല്ലോ. അപ്പോൾ നിങ്ങൾ അതിന് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ, ഇങ്ങനെയുള്ള കാര്യത്തിൽ സഹായിച്ചില്ല പിന്നെ എന്തിനാ. നിങ്ങൾ കയറി കിടന്നോളി. നോമ്പ് തൽക്കാലത്തേക്ക് നോമ്പൊക്കെ മുറിച്ചു. ഇനി ഇന്നത്തെ നോക്കണ്ട. എന്നായിക്കോട്ടെ, ഞങ്ങൾ മുറിക്കാനൊന്നും പറ്റൂല. എങ്ങനെയെങ്കിലും നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കുക. അല്ലാണ്ട് ഈ തല ഇറങ്ങി വീണോടത്ത് ഇനിയിപ്പോ ഞങ്ങളെന്നാ വൈകുന്നേരം വരാം കേട്ടോ. കേശു ടാറ്റ കൊടുക്ക്. അമ്മക്ക് ടാറ്റ കൊടുക്ക്. മക്കളെ നല്ലൊരു മോളാന്ന് തോന്നേ. പഠിച്ചോനായിട്ട് ആ മക്കൾക്ക് നല്ല കൊടുക്കട്ടെ. കുഞ്ഞു മക്കളെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഓള് പിന്നെ എവിടെയോ ഹോസ്പിറ്റലിലെങ്ങാണ് മക്കളെ കൊണ്ട് പോവുകയായിരിക്കും തോന്നേ. അപ്പൊ ഞാൻ അവിടെ തല എനിക്ക് ബോധമൊന്നുമില്ല. കൊറേ നേരം ഞാൻ അവിടെ കിടന്നു തോന്നപ്പോ ഓള് വന്ന് വിളിച്ചപ്പോ ഞാനിങ്ങനെ തല പൊക്കിയത്. പഠിച്ചോ കുഴപ്പമില്ല.